ഹായ്, വെൽക്കം. മലയാളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുണ്ട് വീഡിയോ ആയിട്ട്. എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഇന്നലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും, എൻ്റെ ചങ്കുകൾക്ക്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ മലയാളികൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വരാനൊരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ നമ്മൾ നോക്കി വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ചാനലിലുള്ള ഒരു കുട്ടിയുടെ ലൈവ് നടത്തുമ്പോഴത്തേക്കും ലൈവിലേക്ക് ഒരാൾ വന്നിട്ട് നിങ്ങൾ മരിക്കാൻ നിങ്ങളുടെ മരണം ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ വിധവയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ കുറച്ച് വീടുകൾ, ഞാൻ ചാനലിൻ്റെ പേരും ആളുടെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല, പ്രമുഖ ചാനലിലുള്ള ഒരാൾ ഇതേക്കുറിച്ചിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പം ഞാൻ മനസ്സിലേക്ക് നന്നായിട്ട് തട്ടിയ ഒരു കാര്യങ്ങളാണ് അല്ലേ. നമ്മളെല്ലാവരും സാധാരണക്കാരെല്ലാവരും നടത്തുന്നതാണ് ഈ ലൈവ് എന്ന് പറയുന്ന പരിപാടി. അപ്പം അങ്ങനെ ഒന്ന് എഴുതിയിടണേൽ നിങ്ങൾക്ക് എന്താണ് നേട്ടം? അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം? ആ കുട്ടി വിധവയാകുന്നതിൽ ആ കുട്ടി അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ വിധവയായിട്ട് അല്ലെങ്കിൽ ആ കുട്ടിയുടെ വിധവയായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കല്യാണം കഴിച്ച് തരാനാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനെ കെട്ടിച്ച് തരാനാണോ, നിങ്ങളുടെ ബന്ധുക്കളെയോ മറ്റുള്ളവരെ കൊണ്ട് കെട്ടിക്കാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എഴുതി കിട്ടത് കൊണ്ടിട്ട് എന്താണ് ഒരു നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകുന്നത്? അപ്പം മറ്റേ ആൾ പറയും, അതിൽ കുറച്ച് ആനന്ദം കാണുന്ന ആൾക്കാരുണ്ടാകുന്നു. ആനന്ദം കാണുന്നത് ഇങ്ങനെയൊക്കെയാണോ? ആണോ? മറ്റുള്ളവരുടെ സങ്കടത്തിൽ നമ്മൾ ചേർന്നില്ല എന്നുണ്ടെങ്കിലും, അവർ സമാധാനിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും, എന്തിനാ വെറുതെ നമ്മളുടെ ഈ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് സരസ്വതിയാണ്. ആ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ചും മൂർച്ചയേറിയതുമാണ്. ആ നാവ് കൊണ്ടിട്ട് ഒരാളെ കുത്തി നോവിക്കാനും വിഷമിപ്പിക്കാനും മരിപ്പിക്കാനും മരണം കൈവരിക്കാൻ വരെയുള്ള ആയുധം നമ്മുടെ ഈ നാവിനുണ്ട് ഇല്ലേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സംസാരങ്ങൾ മിതത്വം പാലിക്കുക എന്നുള്ളത്, അതായത് വേറെ ഒരാളുടെ ലൈവിൽ ചെന്നിട്ട് അവരെ എങ്ങനെയാണോ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾ എഴുതിയിടുന്നുണ്ട്. ആരാണെങ്കിലും, ആരാ എഴുതിയത് എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ ആ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അത് എഴുതിയത് കൊണ്ട് നിങ്ങൾക്കോ അവർക്കോ കാണുന്ന പ്രേക്ഷകർക്കോ യാതൊരുവിധ പ്രയോജനമില്ല. പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ സമയം വേസ്റ്റ് ചെയ്യേണ്ട സമയമുണ്ടാകും. നമ്മളൊരു ലൈവ് അല്ലെങ്കിൽ നമ്മളൊരു ചാനൽ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തുടങ്ങണമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ഈ കാണുന്ന ചാനൽ കുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, നേരിട്ട് എനിക്കതിനെ പരിചയമില്ല, ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം അല്ലെങ്കിൽ ഒരു സംരംഭം അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് എന്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നമ്മളെ വളർത്താനും തളർത്താനും ആൾക്കാരുണ്ടാകും, ചിരിപ്പിക്കാനും സങ്കടപ്പെടുത്താനും ആൾക്കാരുണ്ടാകും, വിജയിപ്പിക്കാനും തോൽപ്പിക്കാനും ആൾക്കാരുണ്ടാകും, സന്തോഷിപ്പിക്കാനും കരയിപ്പിക്കാനും ആൾക്കാരുണ്ടാകും. നമ്മുടെ വളർച്ച കണ്ട് ആസ്വദിക്കുന്നതിന് പുറമെ തളർച്ചയിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാർ ഒരുപാടുണ്ടാകും ഇല്ലേ. അത് എപ്പോഴും നമ്മുടെ പോസിറ്റീവും നെഗറ്റീവും ഇല്ല, പോസിറ്റീവും നെഗറ്റീവും അത് രണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുക. നെഗറ്റീവ് കണ്ട് സങ്കടപ്പെടുകയും വേണ്ട, പോസിറ്റീവ് കണ്ട് സന്തോഷിക്കുകയും വേണ്ട. ഇതിങ്ങനെ തുലനം ചെയ്ത് നിൽക്കും, ഒന്നിനു മുകളിൽ ഇങ്ങനെ നിൽക്കും. അത് ഏത് നേരവും ഒന്ന് താഴുമ്പോൾ ഒന്ന് പൊങ്ങും, ഒന്ന് താഴുമ്പോൾ ഒന്ന് പൊങ്ങും, ഇങ്ങനെയായിട്ട് നിൽക്കും. രണ്ടും ഒരേപോലെ നിൽക്കില്ല. അപ്പം പല പല പരീക്ഷണങ്ങൾ നമ്മളെ തേടിയെത്തും. ആ പരീക്ഷണങ്ങളിലൊന്നും അകപ്പെടാതെ വിഷമിക്കാതെ പൂർവാധികം ശക്തിയോടുകൂടി എല്ലാത്തിനെയും നേരിട്ട് പൂർവാധികം കരുത്താർജിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് നമ്മളായിട്ട് മാറുന്നത്. പലതും നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ടി വരും. എപ്പോഴും ഒരു കാതും ഒരു കണ്ണും അടച്ചു തന്നെ വെക്കണം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നല്ലതിനെ നല്ലതായിട്ടും ചീത്തയെ ചീത്തയായിട്ടും ഉൾക്കൊള്ളാൻ സാധിക്കണം എന്നുള്ളതാണ്. ഒരു ചാനൽ വളർത്തി വലുതാക്കി നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് പരിശ്രമം വേണം, അതിൻ്റെ പുറകെ ഒരുപാട് അധ്വാനമുണ്ട് അല്ലേ. ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ വരുമ്പം ഇതേപോലെ നമ്മളെ തളർത്താൻ വേണ്ടി കുറേ ആൾക്കാർ വരും. അത് കണ്ടൊന്നും നമ്മൾ ഭയപ്പെടാൻ നിൽക്കരുത്. നമ്മളെ പുച്ഛിക്കുന്നവരുണ്ട്, നമ്മളെ പരിഹസിക്കുന്നവരുണ്ട്, നമ്മളെ സങ്കടപ്പെടുത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ നമ്മളെ സന്തോഷിപ്പിക്കുന്നവരുണ്ട്, നമ്മുടെ വളർച്ചയിൽ താങ്ങും തണലുമായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരെയും നമ്മൾ കാണാണ്ടും പോകരുത്, മനസ്സിലായില്ലേ. അപ്പം ഇതുകൊണ്ടൊന്നും നമ്മൾ തോക്കുന്നില്ല, തളരുന്നില്ല, തളർച്ചയിൽ വീണ് കിടക്കുന്നില്ല.
പൂർവാധികം എത്രത്തോളം നമ്മൾ അടിച്ച് താഴ്ത്തിയിടുവോ അതുപോലെ തന്നെ നമ്മൾ ഉയർന്ന് മുകളിലോട്ട് കുതിച്ച് ചാടി വരിക. ചാനലുകൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് തന്നെ വെക്കണം. കാര്യം എന്ന് വെച്ചാൽ എന്തെല്ലാമാണ് നടക്കുന്നതെന്ന് അറിയാൻ പാടില്ല. നമ്മൾ ഇതിനകത്തോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്ക് കാണാത്തത് കാണും, കേൾക്കാത്തത് കേളും, പറയാത്തത് പറയേണ്ടിയൊക്കെ വരും. പക്ഷെ എപ്പോഴും നാവിനെയും കണ്ണിനെയും കാതിനെയും ഒക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ എല്ലാത്തിനും നമുക്ക് ശക്തമായി മുന്നേറാനായിട്ട് പറ്റുള്ളൂ. അല്ലേ? ആ ഓർമ്മ എല്ലാവർക്കും വേണം. അത് എന്നെ തന്നെ ഞാനും പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. കാര്യം എന്താണെന്നല്ലേ, നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടെന്നേ. നമ്മളോട് ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും നമ്മളുടെ ബന്ധുക്കളും ശത്രുക്കളും കൂട്ടിക്കലർന്ന് ഇരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ചിരിക്കുന്നവരെല്ലാം ആരാണ് നമ്മുടെ ശത്രു, ആരാണ് നമ്മളുടെ ബന്ധു, ആരാണ് നമ്മുടെ മിത്രം, ആരാണ് നമ്മുടെ ഫ്രണ്ട്, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. എല്ലാവരും ഒരുപോലെ ഇരിക്കും. പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ മുന്നോട്ടുള്ള അവരുമായിട്ടുള്ള സമ്പർക്കത്തിൽ, അവരുടെ പ്രവൃത്തിയിൽ നമ്മളെ തന്നെ എപ്പോഴും ഒരു കണ്ണും ഒരു കാതും അവരുടെ മുകളിലുണ്ടെങ്കിൽ നമ്മുടെ ശത്രുവിനെയും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എനിക്കൊരാളെ സംശയമുണ്ടെങ്കിൽ അങ്ങേയറ്റം പൂർണ്ണമായി ഞാനത് വിശ്വസിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഒരാളോട് പറയുള്ളൂ. അതിലെനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം വരണമെങ്കിൽ എനിക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ ഞാനത് കണ്ടുപിടിച്ചിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ ഒരാളെ വാച്ച് ചെയ്യണത് അയാളുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിയിരുന്ന് അങ്ങനെയല്ല വാച്ച് ചെയ്യേണ്ടത്. നമ്മളുടെ ഒപ്പം തന്നെ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചറിയാനായിട്ട് പഠിക്കണം. നമ്മളുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കണം. എന്തെങ്കിലും ഒരു കുഴിയിലോ കുണ്ടിലോ ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സങ്കടങ്ങളും ഇതൊക്കെ അനുഭവിച്ച് തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒരു കുഴിയിലോട്ട് നമ്മളൊരു കാര്യത്തിലേക്ക് നടന്നെടുക്കുമ്പോഴത്തേക്ക് ആ പോകുന്ന വഴിയിൽ തന്നെ മുള്ളും കല്ലും ചെളിയും പിന്നെ എന്താ പറയുക, ചപ്പും ചവറും ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അടർത്തി മാറ്റി ശരിയായ പാത തെളിയിച്ച് ആ നേർവഴിയിലൂടെ പോയി നമ്മൾ ആ കാര്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ വിജയം കണ്ടെത്തിയെന്ന് നമ്മൾ വിചാരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ വഴി പോകാനായിട്ട് ദുർഘടം പിടിച്ച വഴികളായിരിക്കും. ആ വഴികളെല്ലാം നമ്മൾ നമ്മുടെ സമചിത്തത വീണ്ടെടുത്ത് സമന്വയത്തോടു കൂടി നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇതെല്ലാം ഉണ്ടാവുള്ളൂ, ഇല്ലേ? അപ്പം ഞാൻ ഇന്നലെ ഇതൊന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കണമെന്നുണ്ടായി. ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മളെ തളർത്താനായിട്ട്, അല്ലേ? നമ്മുടെ വളർച്ചയേക്കാളും കൂടുതൽ തളർച്ച തരാൻ വേണ്ടിയിട്ട്, വിജയത്തിലേക്കുള്ള പാതയിലേക്ക് പരാജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, സന്തോഷിച്ചിരിക്കുന്ന നേരത്തിൽ സങ്കടം തരാൻ വേണ്ടിയിട്ട്, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഒരാളെ നമ്മൾ പരിചയപ്പെടുമ്പം അന്ധമായി അവരെ വിശ്വസിക്കുകയല്ല. എപ്പോഴും ഒരു കൈ അകലം പാലിച്ച് തന്നെ എല്ലാവരെയും നമ്മൾ നോക്കേണ്ടത്. വാച്ച് ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് നമ്മളോടൊപ്പം ഉണ്ടാവുന്ന ആൾ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. നല്ലതാണോ ചീത്തയാണോ? ചക്കയും മാങ്ങയൊന്നും അല്ലല്ലോ ചൂന്ന് നോക്കിയിട്ട് അത് പഴുത്തോ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാനായിട്ട്. ഒരാളങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളെ ചതിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരെയും തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നന്നായി പഠിക്കുക. നമ്മുടെ കൂടെയുള്ളവരെങ്ങനെയാണ്, നമ്മളെങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്, അവരുടെ പെരുമാറ്റം നമ്മളോട് നമ്മളൊക്കെ സാധാരണ ആൾക്കാരല്ലേ. അപ്പം നമ്മൾ ആ രീതിയിലേ ചിന്തിക്കുകയുള്ളൂ. ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതി എന്നൊക്കെ എല്ലാവരും പറയുമായിരിക്കും. നമ്മുടെ മനസ്സ് ഇടുങ്ങിയതാണ്. ആ മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നത് കാരണം ഇങ്ങനെ വരണേന്ന്. നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് ആ ജീവിത ശൈലിയുമായിട്ട് ഇടപഴകി പോകാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അത് ഇടകലർന്നു പോകാനായിട്ട് പറ്റും. അതായത് സന്തോഷം, സങ്കടം, പിന്നെന്താ സമാധാനം, ഇതെല്ലാം ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ നമുക്കൊന്നും വേണ്ട. ഒരുപാട് കാശുണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ സമാധാനം ഉണ്ടാവില്ല. സമാധാനമുള്ളവർക്ക് കാശുണ്ടാവില്ല. കാശും സമാധാനവും ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് അനുഭവിക്കാനായിട്ട് എന്തെങ്കിലും ഒരു അസുഖവും ദൈവം കൊടുക്കും. അപ്പോൾ ആരും തൃപ്തരല്ല ലോകത്തിൽ. നമുക്ക് എന്തെങ്കിലും 5 കിട്ടിയാൽ 10 ആഗ്രഹിക്കും, 10 കിട്ടിയാൽ 15 ആഗ്രഹിക്കും, 15 കിട്ടിയാൽ 20. അങ്ങനെയാണ് മനുഷ്യരെന്ന് പറയുന്നത്. ഞാനടക്കം എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരു ചെറിയ സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിലും നല്ലത് മേടിക്കാനായിട്ട് തോന്നും. അത് മേടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ വലുത് മേടിക്കാൻ തോന്നും. മനുഷ്യരാണ്, അവരങ്ങനെ ചിന്തിക്കുകയുള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനടക്കം എന്നെ തന്നെയാണ് ഞാൻ പറയണത്. എനിക്കിപ്പോൾ ഒരു സാധനം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൊള്ളാലോ എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇതിനേലും കുറച്ചും കൂടി നല്ലത് മേടിച്ചാലോ, ഇല്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും.
അപ്പം സമാധാനത്തിൽ, സന്തോഷത്തിൽ, സൗമ്യതയായിട്ട്, നല്ല രീതിയിൽ സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കാനും, എല്ലാവർക്കും ഒരു നന്മയുണ്ടാകാനും, നന്മയുടെ പാത തിരഞ്ഞെടുത്ത് ഇങ്ങനെയുള്ള അശുഭമായിട്ടുള്ള കാര്യങ്ങൾ വന്ന് പറയാണ്ടിരിക്കാനും, ഞാൻ അത്ര ഇതാണെന്ന് ഞാൻ പറയണില്ല. നമ്മളൊക്കെ നന്നായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ മണ്ഡപങ്ങളും അല്ലെങ്കിൽ വല്ല പള്ളിയുടെ ഇതൊക്കെ കെട്ടിയിട്ട് നമ്മളെയൊക്കെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തേണ്ടിയിരിക്കും. അത്ര ഇതാണെന്നല്ല ഞാൻ പറഞ്ഞു വരണത്. അതായത് നന്മമരം കാണിക്കുക. ഇപ്പോൾ ചിലവരൊക്കെ ഇതൊക്കെ എൻ്റെ താഴത്തോട്ട് പൊങ്കാല ഇടും. നന്മമരം കളിക്കുകയാണോ, നീ ആരാണ്, ഇത് എന്താണ്, നീ മദർ തെരേസയാണോ, അമൃതാനന്ദമയ്യാണോ എന്നൊക്കെ. അതൊന്നും അല്ല കേട്ടോ. സാധാരണയിൽ സാധാരണപ്പെട്ട ഒരു മനുഷ്യ സ്ത്രീ എന്ന് മാത്രം. നന്മ കാണുമ്പോഴത്തേക്ക് നന്മയും, തിന്മ കാണുമ്പം തിന്മയും, നല്ലതെന്ന് പറയുന്നത് നല്ലതും, ചീത്തയാണെങ്കിൽ ചീത്തയും അനുഭവങ്ങൾ കൊണ്ടിട്ട് ഒരുപാട് പഠിച്ചതിൻ്റെ അനുഭവമായതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. തെറ്റാണെങ്കിൽ എല്ലാ സഹോദരങ്ങളും ക്ഷമിക്കുക. ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ ചാനലിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ വലിയ ആളായിട്ടല്ല ഞാൻ പറയുന്നത്, അറിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ അപ്പോൾ വന്ന് പറയുന്നത്. നമ്മളൊരു ചാനൽ തുടങ്ങി, ആ ചാനൽ തുടങ്ങിയതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, എന്തിനാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത്? ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയട്ടെ. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയതെന്ന് വെച്ചാൽ, എനിക്ക് ചെറുപ്പത്തിലേ ഉള്ള കുറേ ആഗ്രഹങ്ങളുണ്ട്. പാട്ട് പാടുക, ഞാൻ എൻ്റെ ഷോർട്സിനകത്ത് പാട്ട് പാടുന്നുണ്ട്, അതെൻ്റെ ആഗ്രഹമാണ്. ഡാൻസ് കളിക്കണം, അതെൻ്റെ ആഗ്രഹം. ഡാൻസും പാട്ടൊക്കെ ഞാൻ പഠിച്ചതാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ്. അത് പ്രകടിപ്പിക്കാനൊരു പ്ലാറ്റ്ഫോം, അത് എൻ്റെ ചാനലിൽ കൂടിയിട്ട് ഞാൻ നിങ്ങൾ കാണുന്നു. ഇഷ്ടമുള്ളവർ കാണും, ഇഷ്ടമില്ലാത്ത ആൾക്കാർ കാണില്ല. എല്ലാവരെയും നമുക്ക് കാണണമെന്ന് പറയാൻ പറ്റില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ പാചകം ഇഷ്ടമാണ്, എനിക്കറിയുന്ന രീതിയിൽ ഞാൻ പാചകം ചെയ്ത് കാണിക്കുന്നു. യാത്ര എനിക്കിഷ്ടമാണ്, അറിയുന്ന രീതിയിൽ ഞാൻ പോകുമ്പം അതുപോലെ വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് ചാനലിൽ പ്രക്ഷേപണം ചെയ്യാൻ വേണ്ടിയിട്ടും വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് അവരൊരു ചാനലുകൾ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ ഞാനും ഉണ്ടാക്കിയെന്ന് മാത്രം. ആരും വന്ന് പൊങ്കാല ഇടല്ലേ. ഒരുപാട് വലിച്ച് നീട്ടുന്നില്ല. ഇനി അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.